നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF സർക്കാരിൽ ഏറ്റവും മികച്ച മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ തേരോട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്റെ വകുപ്പ് ഞാൻ ഭരിച്ചുകൊള്ളാം, അതിനകത്ത് ഒരുത്തനും തലയിടാൻ വരണ്ട എന്നുള്ള കർക്കശ നിലപാട്. മുഖം നോക്കാതെ നടപടി. അത് രാഷ്ട്രീയക്കാരാണെങ്കിലും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുകയാണ്. ഏതവനാട കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി എന്ന് CPMന്റെ സൈബർ ഗ്രൂപ്പുകളൊക്കെ വലിയ പരിഹാസവും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നു. രമേശ് ചെന്നിത്തലയെ ടാർഗറ്റ് ചെയ്ത് തന്നെ വലിയ ട്രോളും പരിഹാസവും ഒക്കെ നടന്നിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെന്ന് നല്ല അന്തസ്സോടെ പറയാം. മലയാളികൾ പറയുന്നു, ദേ ഇതാണ് ഇരട്ടച്ചങ്കെന്ന്. പിണറായി വിജയന്റെ 10 വർഷക്കാലത്ത് പലർക്കെതിരെയും നടപടിയെടുക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ വിമർശനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി സ്വന്തം വകുപ്പിൽ ശക്തമായ നടപടികളാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. UDF മന്ത്രിസഭയിൽ 2ാം സ്ഥാനക്കാരനായി ഒതുങ്ങി നിൽക്കാനല്ല, മറിച്ച് സ്വന്തം കർമ്മശേഷി കൊണ്ട് സർക്കാരിൽ താനാണ് പ്രധാനി എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നിത്തല. അദ്ദേഹം ആഭ്യന്തരമന്ത്രി കസേരയിൽ കയറിയിട്ട് ഏകദേശം ഒരു 3.5 മാസം ആകുന്നതേ ഉള്ളൂ. എന്നാൽ ഈ കാലയളവിനിടയിൽ തന്നെ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പിണറായി വിജയനെയും രമേശ് ചെന്നിത്തലയെയും കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന തരത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ആരാണ് മികച്ച ആഭ്യന്തര മന്ത്രി എന്നുള്ള കാര്യത്തിൽ. എന്തായാലും രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാനൊക്കെ അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു കയ്യടി തന്നെ കൊടുക്കണം. ഇപ്പോൾ ആയങ്കിയെയും അതുപോലെ തന്നെ TG മോഹൻദാസിനെതിരെയും ഒക്കെ ശക്തമായ നടപടിയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ആരെയും ഒരിളവും കൊടുക്കാതെ മുഖം നോക്കാതെ നടപടി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ മികച്ച ആഭ്യന്തരമന്ത്രി ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് കേരളം ഒന്നടങ്കം മറുപടി പറയും, അത് രമേശ് ചെന്നിത്തലയായിരുന്നു എന്ന്. വരും കാലത്ത് അങ്ങനെ കേരളം രമേശ് ചെന്നിത്തലയെ അടയാളപ്പെടുത്തട്ടെ. ആഭ്യന്തര വകുപ്പിൽ ശക്തമായ നടപടികളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഭരണത്തിൽ പങ്കാളിയായ ശേഷമുള്ള ചെന്നിത്തലയുടെ നീക്കങ്ങൾ കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണ് ഉള്ളത്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തണലിലല്ലെന്നും വകുപ്പിന് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യവും ആർജവവും നൽകാൻ തനിക്ക് കഴിയുമെന്നും അദ്ദേഹം ആദ്യ ദിവസങ്ങളിൽ തന്നെ തെളിയിച്ചു. IPS തലപ്പത്തെ മാറ്റങ്ങൾ മുതൽ താഴെത്തട്ടിലെ സ്റ്റേഷൻ ഭരണം വരെ ചെന്നിത്തലയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു കൂട്ടം പോലീസുകാർ വലിയ ആർജവത്തോടെയാണ് പണിയെടുക്കുന്നത്. മുൻപ് പോലീസിനെ AKG സെന്ററിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ പോലീസുകാർ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും CPM അനുകൂലികളായ പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പോലീസുകാർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ പോലീസിനെ പോലും വെല്ലുവിളിച്ച് നടന്ന അർജുൻ ആയങ്കിയെ ചെന്നിത്തലയുടെ കടുംപിടുത്തത്തിന്റെ ഫലമായാണ് തൂക്കിയകത്തിട്ടത്. ആയങ്കിയെ പോലുള്ളവർക്ക് മുൻപ് ലഭിച്ചിരുന്ന രാഷ്ട്രീയ സംരക്ഷണം ഇല്ലാതാക്കാൻ ആഭ്യന്തര മന്ത്രി നൽകിയ കർശന നിർദ്ദേശമാണ് പോലീസിന് വലിയ കരുത്തായത്. ഇതോടെ ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുന്ന മന്ത്രി എന്ന ഇമേജ് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, പോലീസിന് നേരെ നിരന്തരം വെല്ലുവിളിയായിരുന്നു അർജുൻ ആയങ്കി നടത്തിക്കൊണ്ടിരുന്നത്. നീയൊക്കെ എന്നെ ഒന്ന് പിടിച്ചു കാണിക്കടാ, നീയൊക്കെ എന്നെ പുളുത്തുമോ തുടങ്ങിയ ഒരുപാട് രീതിയിലുള്ള വെല്ലുവിളികൾ. പോലീസിനെ പോലും അപമാനിക്കുന്ന തരത്തിലേക്കായിരുന്നു ഇതൊക്കെ പോയത്. എന്നാൽ പോലീസിന്റെ പണി എടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി കട്ടായം പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ അർജുൻ ആയങ്കി അകത്ത് കിടക്കുന്നതാണ് നമ്മൾ കണ്ടത്. പോലീസുകാർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മോശപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് ഭരണത്തലവൻ. കാരണം അദ്ദേഹം പോലീസിനോടൊപ്പം നിന്നുകൊണ്ട്, അവരുടെ ആർജവത്തോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വീര്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ ആരെങ്കിലും അപമാനിക്കുന്ന രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വരുന്ന രമേശ് ചെന്നിത്തലയെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇവിടെ CPMകാർ, ഈ ഈർക്കിലി നേതാക്കൾ പോലും, ഞാഞ്ഞൂളുകൾ പോലും പോലീസിനെ അങ്ങേയറ്റം അപമാനിച്ചപ്പോഴും, പോലീസിനെ അവരുടെ ലാത്തി പിടിച്ചു മേടിച്ച് തല്ലിച്ചതയ്ക്കുമ്പോഴും ഒരക്ഷരം പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രിയെ നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്ത് കണ്ടതാണ്. DYFI, SFI, CPMകാർ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നിരങ്ങുന്നതും പോലീസുകാരെ വെല്ലുവിളിക്കുന്നതും ഒക്കെ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്.
എന്നാൽ അപ്പോഴൊക്കെയും പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രി കസേരയിലിരുന്ന മനുഷ്യൻ പോലീസിന് വേണ്ടി ഒരു അക്ഷരം പോലും പ്രതികരിക്കാൻ ആ സമയങ്ങളിൽ രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പോലീസിനെ അപമാനിച്ച ഇവന്മാരെ തൂക്കി അകത്തിടൂ എന്ന് പറയുന്ന പിണറായി വിജയനെയും നമ്മൾ കണ്ടില്ല. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പോലീസുകാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ആഭ്യന്തര മന്ത്രിയെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാര്യക്ഷമതയുടെ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ മുന്നിലെത്താൻ ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഭരണരംഗത്തെ പരിചയ സമ്പത്തും മുൻ ആഭ്യന്തര മന്ത്രി എന്ന നിലയിലുള്ള അനുഭവ സമ്പത്തും അദ്ദേഹം പൂർണ്ണമായും മുതലാക്കി. നയപരമായ തീരുമാനങ്ങളിൽ മുഖ്യമന്ത്രി മുൻപന്തിയിൽ നിൽക്കുമ്പോഴും ക്രമസമാധാന പാലനത്തിലെ ആർജവത്തോടെ ചെന്നിത്തല തിളങ്ങി നിൽക്കുകയാണ്. താൻ ഭരിക്കുന്ന വകുപ്പിൽ രാഷ്ട്രീയ ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന സന്ദേശം സ്വന്തം മുന്നണിയിലെ നേതാക്കൾക്കും എതിരാളികൾക്കും ഒരുപോലെ നൽകാൻ ചെന്നിത്തലയ്ക്ക് സാധിച്ചു. ഇത് ആഭ്യന്തര വകുപ്പിന് മേലുള്ള ചെന്നിത്തലയുടെ ആധിപത്യം വർദ്ധിപ്പിച്ചു. കഴിവുറ്റ ഭരണാധികാരി എന്ന നിലയിലേക്ക് സ്വന്തം ഗ്രാഫ് മാറ്റി എഴുതാൻ ചെന്നിത്തലയ്ക്ക് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ കഴിഞ്ഞു. മുഖ്യമന്ത്രി കസേര കൈവിട്ടുപോയെങ്കിലും മന്ത്രിസഭയിലെ തന്ത്രപ്രധാനമായ പവർ ഹൗസ് താൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ചെന്നിത്തലയുടെ ഓരോ നീക്കവും. അർജുനായങ്കി കേസ് വിജയിപ്പിച്ചെടുത്തതോടെ സതീശൻ സർക്കാരിലെ ക്ലാസ് ആക്ടായി ചെന്നിത്തല മാറിയിരിക്കുകയാണ്. കേരള പോലീസിന് വീണ്ടും വീറും വാശിയും കൈവന്നിരിക്കുകയാണ്. ഒപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ക്രമസമാധാന പാലന രംഗത്ത് പുതിയൊരു ഹീറോ ഇമേജും കിട്ടി. ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ ഗ്രിപ്പ് തുടങ്ങി വൻ പദ്ധതികളിലൂടെ കുറ്റവാളികളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലേക്ക് സംസ്ഥാന പോലീസിനെ പുനഃസംഘടിപ്പിക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ മയക്കുമരുന്ന് അധോലോക മാഫിയകൾക്കെതിരെ ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ഇതിനകം വലിയ വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് മയക്കുമരുന്ന് കേസുകളും അറസ്റ്റുകളുമാണ് ഈ ഒറ്റ ദൗത്യത്തിലൂടെ ചുരുങ്ങിയ ദിവസങ്ങളിൽ നടന്നത്. ഇതിന് തൊട്ടുപിന്നാലെയാണ് രാത്രികാല കുറ്റകൃത്യങ്ങളും ഗുണ്ടാ പ്രവർത്തനങ്ങളും തടയാൻ ഓപ്പറേഷൻ ഗ്രിൽ എന്ന പേരിൽ വ്യാപകമായ റെയ്ഡുകൾക്ക് ഉത്തരവിട്ടത്. സാധാരണയായി ആഭ്യന്തര വകുപ്പ് മാറുമ്പോൾ പോലീസിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം ഇല്ലാതാക്കാൻ ചെന്നിത്തലയുടെ പരിചയ സമ്പത്തിന് കഴിഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശവും പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകിയതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇത് വഴിയൊരുക്കി. ഇതോടെയാണ് അർജുനായങ്കിയെ പോലൊരു ക്രിമിനലിനെ ഒളിത്താവളത്തിൽ നിന്ന് സാഹസികമായി തൂക്കിയെടുക്കാൻ പോലീസിന് സാധിച്ചത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അനാവശ്യ വെടിവെപ്പോ ബലപ്രയോഗമോ ഉണ്ടാകാതെ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇന്റലിജൻസും ഉപയോഗിച്ച് ആയങ്കിയെ വലയിലാക്കിയത് ആഭ്യന്തര വകുപ്പിന്റെ ആസൂത്രണ മികവായി വിലയിരുത്തപ്പെടുന്നു. വെടിയൊച്ചകളില്ലാതെ വലിയൊരു കുറ്റവാളിയെ പൂട്ടി എന്നതും പോലീസിന്റെയും മന്ത്രിയുടെയും ഇമേജ് വർദ്ധിപ്പിച്ചു. കേവലം പ്രതിപക്ഷ ആക്രമണങ്ങൾക്ക് മറുപടി നൽകലല്ല, മറിച്ച് കൃത്യമായ ഓപ്പറേഷനുകളിലൂടെ കുറ്റകൃത്യ നിരക്ക് കുറയ്ക്കുക എന്നതാണ് തന്റെ ശൈലിയെന്ന് ചെന്നിത്തല തെളിയിച്ചു. പോലീസിനെ രാഷ്ട്രീയത്തിൽ നിന്ന് വിടുവിച്ച് ഒരു പ്രൊഫഷണൽ ഫോഴ്സായി മാറ്റാൻ ഇക്കാലയളവിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പഴയ ആഭ്യന്തര മന്ത്രിയുടെ നിഷ്ക്രിയത്വം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഓരോ ദിവസവും പുതിയ ഓപ്പറേഷനുകളുമായി പോലീസ് നിരത്തിലിറങ്ങുമ്പോൾ ജനങ്ങൾക്കിടയിൽ സർക്കാർ ഭരണത്തെക്കുറിച്ച് പുതിയൊരു പൊതുബോധം രൂപപ്പെടുകയാണ്. പോലീസ് വീണ്ടും കാര്യക്ഷമമായി എന്ന തോന്നൽ ഉണ്ടാക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൂഫാനും ഗ്രില്ലും വരും ദിവസങ്ങളിൽ തുടരുമെന്ന് വ്യക്തമാക്കിയതോടെ അധോലോക മാഫിയകൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കർശന നടപടികളിലൂടെ സ്വന്തം രാഷ്ട്രീയ ഇമേജ് വീണ്ടും കൊടുമുടിയിലെത്തിക്കുകയാണ് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ വർണ്ണ വ്യത്യാസമില്ലാതെ പദവികൾ നോക്കാതെ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് തെളിയിക്കുകയാണ് ആഭ്യന്തരമന്ത്രി ചെയ്യുന്നത്. വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ അറസ്റ്റും BJP അനുഭാവിയും നിരീക്ഷകനുമായ TG മോഹൻദാസിനെതിരായ കർശന നിയമ നടപടികളും ഇതിന്റെ വ്യക്തമായ തെളിവുകളാണ്. എന്നാൽ അങ്ങേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കോൺഗ്രസ്, UDF അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്, KSUക്കാർ പ്രതികളാകുന്ന കേസുകളിലും ഇതേ ആർജവം തന്നെ കാണിക്കണം. രാഷ്ട്രീയം നോക്കാതെ, മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ, ആഭ്യന്തര വകുപ്പിനെയാണ് കേരളത്തിന് ആവശ്യം. കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ എത്രയോ ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നവരുണ്ട്. അവർക്കൊക്കെ എതിരെയും ശക്തമായ നടപടികൾ എടുക്കാൻ പോലീസിന് കഴിവുണ്ടാകണം. ആ കഴിവ് പോലീസിന് കിട്ടണമെങ്കിൽ അവരെ ഒരു രാഷ്ട്രീയ കൂട്ടിൽ കൊണ്ട് കെട്ടിയിടരുത്. അങ്ങനെ കെട്ടിയിടാതെ പോലീസിനെ അവരുടെ ജോലി എടുക്കാൻ അനുവദിക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല തെളിയിച്ചിട്ടുണ്ട്. ഭരണപക്ഷത്തിന് വേണ്ടപ്പെട്ടവരായാലും VIP-കളായാലും കുറ്റം ചെയ്താൽ സംരക്ഷിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്തതിലൂടെ ചെന്നിത്തല നൽകിയത്. പ്രാദേശികമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ പോലീസ് തയ്യാറായില്ല. ഉന്നത തലത്തിൽ നിന്നുള്ള പച്ചക്കൊടി തന്നെയാണ് ഈ അറസ്റ്റിലേക്ക് വഴി തുറന്നതും.
മറുഭാഗത്ത് വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലും സമുദായങ്ങൾക്കിടയിലും സ്പർദ്ധ വളർത്തുന്ന രീതിയിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തിയതിനാണ് ടി ജി മോഹൻദാസിനെതിരെ നടപടി ശക്തമാക്കിയത്. നിരീക്ഷണത്തിലായിരുന്ന ഇയാളെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് രേഖപ്പെടുത്താനും പോലീസ് കാണിച്ച ആർജവം ആഭ്യന്തര വകുപ്പിന്റെ നിഷ്പക്ഷത വ്യക്തമാക്കുന്നുണ്ട്. CPMന്റെ പ്രീതി സമ്പാദിച്ച അർജുൻ ആയങ്കിയെ ഒരു വശത്തും പ്രാദേശിക രാഷ്ട്രീയക്കാരനായ സുഗതനെയും വലതുപക്ഷ നിരീക്ഷകനായ TG മോഹൻദാസിനെയും മറുവശത്തും ഒരുപോലെ കുരുക്കാൻ കഴിഞ്ഞത് പോലീസിന്റെ നീതിയുക്തമായ നിലപാടിന് തെളിവാണ്. എല്ലാ രാഷ്ട്രീയ ചേരികളിലെയും കുറ്റവാളികൾക്ക് കൃത്യമായ താക്കീതാണ് ഈ നീക്കങ്ങൾ നൽകുന്നത്. മുൻകാലങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിരുന്ന ഭരണപക്ഷക്കാരെ സംരക്ഷിക്കുന്നു എന്ന പ്രധാന വിമർശനത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ചെന്നിത്തലയ്ക്ക് ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നീതി നടപ്പാക്കുന്നതിൽ സ്വന്തം മുന്നണിയോ എതിർ മുന്നണിയോ നോക്കില്ല എന്ന നിലപാട് അദ്ദേഹത്തിന് വലിയ ജനകീയ പിന്തുണ നേടിക്കൊടുത്തു. IPS ഉദ്യോഗസ്ഥർക്കും സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ ഫോൺ കോളുകൾ ഭയക്കാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ആഭ്യന്തര മന്ത്രാലയം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതാണ് പരാതികളിൽ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകാൻ കാരണം. ഇത്തരം നടപടികളിലൂടെ രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയക്കാരന്റെ വിശ്വസനീയത 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. നാടിന്റെ ക്രമസമാധാന പരിപാലനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഭരണാധികാരിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്നത് അനാവശ്യമായ ഒരു വിവാദത്തിലും പോയി തലയിടാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ്. പറയേണ്ട കാര്യങ്ങൾ കൃത്യം അളന്നു മുറിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയും. അതിൽ കൂടുതൽ ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വീണ് കിട്ടില്ല. ഒരു വിവാദം ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ തുനിഞ്ഞിറങ്ങിയാലും ഒരു വാക്ക് പോലും അദ്ദേഹത്തിൽ നിന്ന് വീണ് കിട്ടില്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയേണ്ടടുത്ത് പറയുക തന്നെ ചെയ്യും. അതാണ് രമേശ് ചെന്നിത്തല. VD സതീശനേക്കാൾ ജനകീയനായി മാറിക്കൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ ഗ്രാഫ് പെട്ടെന്ന് തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സംസ്ഥാനം അതിന്റെ എല്ലാ മികവോടെയും മുൻപോട്ട് പോകണമെങ്കിൽ ക്രമസമാധാന പാലനത്തിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകണം. പോലീസും ഭരണകൂടവും ഒരുമിച്ച് നിൽക്കണം. അതോടൊപ്പം തന്നെ പോലീസിനോടൊപ്പം ജനങ്ങളും നിൽക്കണം. എങ്കിൽ മാത്രമേ ഒരു സംസ്ഥാനം കുറ്റമറ്റ രീതിയിൽ, അതായത് ക്രിമിനലുകളെ മാറ്റി നിർത്താനും അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുത്ത് സംസ്ഥാനം മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി പോലീസും ജനങ്ങളും ഒക്കെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓപ്പറേഷൻ തൂഫാൻ പോലീസ് മാത്രമായി നടത്തുന്ന ഒരു പദ്ധതിയല്ല. പൊതുജനങ്ങളെ മുഴുവൻ അവരുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് ഈ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുക്കിലും മൂലയിലും വരെ ഒളിച്ച് ലഹരി കച്ചവടം നടത്തിയിരുന്ന കൂട്ടരെ വരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത് ജനങ്ങളുടെ കൂടി പിന്തുണയോടെയാണ്. മികച്ച രീതിയിലാണ് ആ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതേ രീതിയിൽ ആർജവത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നാണ് കേരളത്തിലെ ജനം പറയുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുൻ ഒളിവിൽ കഴിയാൻ സഹായം നൽകിയവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് CPM ബന്ധമുള്ളതിനാൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ കൃത്യമായ ഇടപെടൽ ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. അർജുനായെങ്കിൽ മാത്രമല്ല, സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി ക്രിമിനൽ സംഘങ്ങളുണ്ട്, ഗുണ്ടാ സംഘങ്ങളുണ്ട്. അവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തര മന്ത്രിക്കും വകുപ്പിനും കഴിയട്ടെ. പോലീസിന് അതിനുള്ള ആർജവം ഉണ്ടാകട്ടെ. ഒരു 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടത് പോലീസ് ഗുണ്ടകളുടെ തോളത്ത് കൈയിട്ട് നടക്കുന്നതാണ്. അവരുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നതാണ്. അവർക്ക് വേണ്ടി ഗുണ്ടാ പിരിവിനിറങ്ങുന്ന പോലീസുകാരെയും അതുപോലെ തന്നെ വേശ്യാലയങ്ങൾ നടത്തുന്ന പോലീസുകാരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലീസുകാർക്ക് ഒരു മുന്നറിയിപ്പ് രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട്. തെറ്റിന്റെ ഭാഗത്തേക്ക് പോകാനാണ് ഉദ്ദേശമെങ്കിൽ തൊപ്പി എറിക്കും, കസേര പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസുകാർ ഇപ്പോൾ നല്ല ഒന്നാം തരമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ കയ്യടി കൊടുക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.